ഒരാൾ എന്നോട് ചോദിച്ചേ, സാറ് ഈ ദേവിയായിട്ട് ഇത്രയും കണക്റ്റഡ് ആയിട്ടുള്ള ആളാണ്, പക്ഷേ സാറിനിങ്ങനെ കുറച്ച് ആരോഗ്യപരമായ പ്രശ്നങ്ങൾ വന്നു എന്ന് കേട്ടപ്പോൾ അതെങ്ങനെയാണ് വന്നത്, സാറിൻ്റെ കൂടെ ദേവി ഇരിക്കണമല്ലേ എന്ന് ചോദിച്ചു. അതിപ്പോൾ ഞാൻ ഒരു പ്രാവശ്യം ഒരു വീഡിയോ ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒന്നുകൂടി ഒന്ന് പറയാമെന്ന് ചോദിച്ചു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവിക ചൈതന്യം പലരിലും ഉണ്ട്. എനിക്ക് മാത്രമല്ല, ഒരുപാട് ആൾക്കാരിൽ ദൈവിക ചൈതന്യം ഞാൻ കാണാറുണ്ട്, ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട്. പക്ഷേ നെഗറ്റീവ് വന്നു കഴിഞ്ഞാൽ എത്ര വലിയ നെഗറ്റിവിറ്റിയുള്ള ആളാണ്, പോസിറ്റീവായിട്ട് ഇരിക്കുന്ന ആളാണെങ്കിലും നെഗറ്റീവ് ആവും. നെഗറ്റീവ് ആ മീൻസ് നമ്മളുടെ കൂടെ ഇരിക്കുന്ന ചൈതന്യം നമ്മളുടെ ഓറയുടെ ഇടത്ത് ഭാഗത്തും വലത്ത് ഭാഗത്തൊക്കെയാണ് ഇരിക്കുന്നത്, ബാക്കിലൊക്കെയാണ് ഇരിക്കുന്നത്. അവിടെ മറ്റവർ വന്ന് കയറുമ്പോൾ ആക്ച്വലി ഒരു കറുത്ത മോഡൽ പോലെയാണ്, ഒരു മേഘം പോലെയാണ്, കാർമേഘം പോലെയാണ്, അല്ലെങ്കിൽ ഒരു കറുത്ത ടാറ് അടിക്കുന്ന പോലത്തെ സംഭവമാണ്. അവരുടെ നിന്ന് പോകുന്നില്ല, പക്ഷേ അവരുടെ ആ ഒരു ചൈതന്യത്തിനെ മൂടപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആ ഒരു കോണ്ടാക്ട് കിട്ടില്ല, കണക്ഷൻ കിട്ടില്ല, നമുക്ക് കിട്ടില്ല കാര്യങ്ങൾ, നമുക്ക് ചെയ്യാനുള്ള സംഭവങ്ങളും അല്ലെങ്കിൽ അതൊന്നും വരില്ല. എനിക്കിത് പറഞ്ഞതിന് യാതൊരു കുഴപ്പമില്ല. കാരണം നമ്മളൊരു സാധാരണ ഒരു മനുഷ്യനാണ്, സാധാരണക്കാരനായ ഒരാൾക്ക് കിട്ടിയൊരു കഴിവാണ്. അപ്പോൾ ഇതിൽ ഞാൻ ഒട്ടും അഹങ്കരിക്കണില്ല. ഇത് ഇന്ന് ഉണ്ട്, നാളെ ഉണ്ടോയെന്ന് എനിക്കറിയാൻ പാടില്ല. ഞാൻ പച്ചയായിട്ട് കാര്യങ്ങൾ പറയുന്ന ആളാണ്. അപ്പോൾ എൻ്റെ അനുഭവങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നു. നിങ്ങൾക്ക് വേണമെങ്കിൽ വിശ്വസിക്കാം, ഇല്ലെങ്കിൽ വേണ്ട. അപ്പോൾ അത്തരം കാര്യങ്ങളിൽ ഇതേപോലെ ചൈതന്യം എത്ര വലിയ കഴിവുള്ള ആളെങ്കിലും നഷ്ടപ്പെട്ടു പോകും, ഒരു സംശയവും വേണ്ട. നിങ്ങൾ ചരിത്രമെടുത്ത് പരിശോധിക്കുക. പല ആൾക്കാരും ഇപ്പോൾ നിങ്ങൾ നോക്കുക, ഒരു ഡോക്ടർ, ഈ ഡോക്ടർക്ക് രോഗം വന്നു കഴിഞ്ഞാൽ എങ്ങനെ എന്താ ചെയ്യുന്നറിയോ? സ്വയം ചികിത്സിക്കില്ല, വേറെ ഡോക്ടറെ അടുത്ത് പോകും. ശ്രദ്ധിച്ചിട്ടുണ്ടോ നിങ്ങൾ? അതാണ് എൻ്റെ ഒരു കാര്യം. ഇപ്പോൾ എനിക്ക് എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഞാനിപ്പോൾ പോകാറില്ല, ഞാൻ സ്വയം തന്നെ ഇരുന്ന് മെഡിറ്റേഷനിലിരുന്ന് അല്ലെങ്കിൽ അങ്ങനെ അമ്പലങ്ങളൊക്കെ പോയിരുന്ന് ഞാൻ മാറ്റാൻ ശ്രമിക്കലാണ് സാധാരണ ചെയ്യുന്നത്. ഇതുവരെ അങ്ങനെ ചെയ്തേക്കണം കേട്ടോ. പിന്നെ അപൂർവം ചില ആൾക്കാരുടെ നമ്മൾ അഭിപ്രായങ്ങൾ ചോദിക്കും, അല്ലെങ്കിൽ നമ്മളെപ്പോലെ അല്ലെങ്കിൽ അങ്ങനെ മേഖലയിലിരിക്കുന്ന ആൾക്കാരോട് നമ്മൾ ഒപ്പീനിയൻസ് എടുക്കാറുണ്ട്, അങ്ങനെ ചെയ്യാറുണ്ട്. ഇപ്പോൾ എനിക്ക് അടുപ്പമുള്ള 2-3 പേരുണ്ട്. അപ്പോൾ അവരോട് നമ്മളിങ്ങനെ ചോദിക്കാറുണ്ട്, എന്തെങ്കിലും പ്രോബ്ലംസ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെന്നൊക്കെ ചോദിക്കാറുണ്ട്. പക്ഷെ നമ്മളെ കണ്ണടഞ്ഞു പോയണം, മറഞ്ഞു പോയണം. അങ്ങനെ ആ സമയത്ത് നമുക്ക് എന്താണ് നിസ്സാരമായിട്ട് നോക്കിക്കാനേ പറ്റുള്ളൂ. അതാണ് എൻ്റെ റിയാലിറ്റി. ഇതൊന്നും ആരും പറയൂല അല്ലേ? എല്ലാവരും ഞാൻ വലിയ സംഭവം എന്ന് പറയും. അപ്പോൾ ഞാനങ്ങനെ പറയില്ല. കാരണം എനിക്കങ്ങനെ പറയേണ്ട ആവശ്യമില്ല. കാരണം എന്നെ സപ്പോർട്ട് ചെയ്ത് എൻ്റെ കാര്യങ്ങൾ അറിഞ്ഞ ഒരുപാട് ആൾക്കാർ ഈ നമ്മുടെ ചാനലിൽ കാണുന്നവരുണ്ട്. അതായത് നമ്മളെ ഹീലിങ്ങിൻ്റെ അനുഭവം കിട്ടിയ ആൾക്കാർ, അവർക്കറിയാം ഞാൻ എന്താണെന്നുള്ളത്. നമ്മളൊരു സാധാരണക്കാരനായ മനുഷ്യനാണ്, അന്നും അതുപോലെ തന്നെയാണ്. ഞാൻ ഇതുപോലെ ഇരിക്കാനാണ് ആഗ്രഹിക്കുന്നത്. അപ്പം നിങ്ങൾ ആലോചിച്ചാൽ മനസ്സിലാവും. ഇപ്പോൾ ഈ വലിയ പവർഫുള്ളായിട്ടുള്ള ആളുകൾ, ഇപ്പോൾ യോഗികൾ പോലെ ആൾക്കാർ അല്ലെങ്കിൽ അങ്ങനെ ആൾക്കാരൊന്നും നമ്മളുടെ ഇടയിൽ നിൽക്കില്ല. അവരെവിടെയെങ്കിലും പോയിട്ട് വല്ല കാട്ടിലാണ്, പർവ്വതത്തിൻ്റെ ഉള്ളിലോ അല്ലെങ്കിൽ ഗുഹയുടെ ഉള്ളിലൊക്കെ പോയിരിക്കുന്ന കാണാം. എന്തുകൊണ്ടാണ് പോയിരിക്കുന്നത്? അല്ലെങ്കിൽ ക്ഷേത്രമായി ബന്ധപ്പെട്ടിരിക്കും ഇത്ര ആൾക്കാർ. അവർക്ക് നമ്മളെപ്പോലെ ആളുകൾ, നെഗറ്റീവുള്ള ആളുകൾ അല്ലെങ്കിൽ കർമ്മമുള്ള ആളുകളെ കാണാൻ ഇഷ്ടമല്ല അവർക്ക്. ആക്ച്വലി അത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. നമ്മൾ നോർത്ത് ഇന്ത്യയിലൊക്കെ പോകുമ്പോൾ അവിടെ ഈ അഘോരികളെ കാണാൻ വേണ്ടി നമ്മുടെ ആൾക്കാരൊക്കെ ചെല്ലും. അവർ കല്ലെടുത്തെറിയും നമ്മളെ, അല്ലെങ്കിൽ ഓടിക്കും നമ്മളെ, ചീത്തറന്ന് ഓടിക്കും. കാരണം അവർക്ക് നമ്മളുടെ കർമാസും നമ്മളുടെ നെഗറ്റീവും അവർക്കൊരു താല്പര്യമില്ല. നിങ്ങൾ കണ്ടല്ലേ അവരെങ്ങനെയാണ് നടക്കുന്നത്? അവർ കംപ്ലീറ്റ് ഭസ്മം പൂശിയിട്ട് നടക്കുന്നത്. അല്ല, രുദ്രാക്ഷ മാലകൾ ഇങ്ങനെ ഒരുപാട് അണിയും, ഒത്തിരി മാലകളുണ്ടാവും അവരുടെ കഴുത്തിൽ, അല്ലെങ്കിൽ അങ്ങനെയുള്ള ആ ഒരു രൂപത്തിലാണ് നടക്കുന്നത്. കാരണം നെഗറ്റീവിനെ എങ്ങനെ പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളത് അവർ നല്ലോണം അറിയാം. അത്രയും നോളജ് കിട്ടിയ ആൾക്കാരാണ് അവർ. അപ്പോൾ അവരതേപോലെ ഏകാന്തമായ സ്ഥലങ്ങളിൽ ഫോറസ്റ്റിൻ്റെ അകത്ത് അല്ലെങ്കിൽ ഗുഹയുടെ അകത്ത് പോയിരിക്കുന്നു. അവരപ്പോഴും ഒരു അഗ്നി ഉണ്ടാവും അവരുടെ കയ്യിൽ, അവിടെ കത്തിച്ച് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. നമുക്ക് അതിനെ പറ്റി കൂടുതൽ പറയാറുണ്ടോ? അത്രയൊന്നും വിവരമൊന്നും എനിക്കില്ല. അല്ല, ഉള്ള അറിവാണ് ഞാൻ പറയുന്നത്. ഞാൻ കേട്ടേക്കണത് ചില പുസ്തകങ്ങളിൽ വായിച്ചേക്കണതായ കാര്യങ്ങളാണ്. അതിനേക്കാൾ അറിവ് ഇപ്പോൾ നിങ്ങൾക്ക് ഉണ്ടാവും. നിങ്ങളുണ്ടെങ്കിൽ കമൻറ്റിൽ പറയാം, കുഴപ്പമില്ല. അപ്പം നമ്മൾ സാധാരണക്കാരനായ ആൾക്കാർക്ക് ഇവിടെ നിന്ന് ഒളിച്ചുവിടാൻ പറ്റില്ല. നമുക്ക് നമ്മുടെ ഫാമിലി ഉണ്ട്, അയൽവാസികളുണ്ട്, അല്ലെങ്കിൽ നമ്മളെ കോണ്ടാക്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്. പക്ഷെ കുറച്ചൊക്കെ നമ്മൾ മാറിഞ്ഞൊക്കെ നിൽക്കും, അല്ലെങ്കിൽ നമുക്ക് നിലനിൽക്കാൻ പറ്റില്ല. ഈ നെഗറ്റീവുള്ള ആൾക്കാരുടെ അടുത്ത് നിന്ന് മാറിയാണ് നിൽക്കുക. ഞാനങ്ങനെ ചെയ്യാം, പരമാവധി മാറി നിൽക്കും. പിന്നെ നമ്മൾ ആൾ കൂടുന്ന സ്ഥലത്തേക്കൊന്നും അധികം പോകാതിരിക്കും. മരിച്ച വീടുകളിലൊക്കെ കുറച്ച് പോല് കുറക്കും. നമ്മൾ മാക്സിമം പോകാതിരിക്കും. സാമൂഹ്യ ജീവിയാണ് നമ്മൾ, എന്നാലും ചിലപ്പോൾ പോകേണ്ടി വരും. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഈ ശുദ്ധീകരണ പ്രക്രിയ പ്രോപ്പറായിട്ട് നമ്മൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇതൊക്കെ തന്നെയാണ് ഇതിനുള്ള മാർഗം. പിന്നെ എൻ്റെ ക്ലയൻറ്റിനെ ഒന്നും ഞാൻ സാധാരണ ആരെയും നേരിട്ട് കാണാറില്ല. ഇപ്പോൾ എനിക്കിപ്പോൾ ഈ ബുദ്ധിമുട്ട് വന്നതിൻ്റെ പുറകിലൊരു കാര്യം കൂടെ ഉണ്ട്. ഞാൻ ആളുടെ പേരൊന്നും എടുത്ത് പറയാനില്ല.
ഒരു ക്ലയൻറ്റ്, വിദേശത്തുള്ളൊരു ക്ലയൻറ്റ് ഇവിടെ നേരിട്ട് കാണാൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അതിൽ നിന്ന് വന്ന നെഗറ്റീവ് എന്നെ കുറച്ച് ബുദ്ധിമുട്ടിച്ചു. അത് കടുപ്പമുള്ളൊരു സംഭവമായിരുന്നു. അതുകൊണ്ടാണ് എനിക്ക് കൂടുതൽ പ്രയാസങ്ങൾ നേരിടേണ്ടി വന്നത്. അതല്ലെങ്കിൽ ഇപ്പോൾ 8-9 മാസമായിട്ട് എനിക്കൊരു കുഴപ്പമില്ലാണ്ട് ഞാൻ പോയിക്കൊണ്ടിരുന്നതാണ്. അപ്പോൾ അത് ഒരു റിയാലിറ്റിയാണ്, ഞാൻ അംഗീകരിക്കുന്നു. അപ്പോൾ പരമാവധി എല്ലാവരോടും ഞാൻ പറയാറുണ്ട്. ചില ആൾക്കാർ പറയും, സാറേ അത് ശരിയാവില്ല സാറേ, നമുക്ക് നേരിട്ട് വീട്ടിൽ വന്നിട്ട് വേണം ചെയ്യാമെന്ന് പറയും. ഞാൻ പറയും, ഇവിടെ ഒരു പൂജയോ മാന്ത്രികമോ ഒന്നുമില്ല, അങ്ങനത്തെ പരിപാടിയേ ഇവിടെ ഇല്ല. ഒരു വിളക്ക് പോലും ഞാൻ കത്തിക്കാറില്ല. നമ്മൾ ദേവിനെ വിളിച്ചിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ചെയ്യുന്ന ഒരു ഹീലിംഗ് മെത്തേഡാണ്. അതാണ് മഹാകാളി ഹീലിംഗ്. ഇത് വേറെ ഒന്നും തന്നെ ഇല്ല. ആകെ കത്തിക്കുന്നത് ചന്ദനത്തിരിയാണ്, അത് മാത്രമാണ് കത്തിക്കുന്നത്, വേറെ ഒന്നുമില്ല. അപ്പോൾ പിന്നെ നമ്മൾ ഇതിനകത്ത് വേറെ മറ്റുള്ള തന്ത്രശാസ്ത്രപ്രകാരമുള്ള ഒരു പരിപാടി ഇവിടെ ചെയ്യുന്നില്ല. ചിലപ്പോൾ മന്ത്രജപം ഉണ്ടാവും, അഘോരമന്ത്രം ജപിക്കാറുണ്ട്, ചിലപ്പോൾ വേണമെങ്കിൽ അത് ജപിക്കും, അത്രയേ ഉള്ളൂ. അല്ലാതെല്ല മറ്റുള്ള ഒരു മന്ത്രങ്ങളും എനിക്ക് അറിയാനും പാടില്ല, ഞാൻ പഠിച്ചിട്ടുമില്ല, എനിക്ക് അറിയാനും പാടില്ല മന്ത്രങ്ങൾ. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ ചെയ്യുന്നത് മഹാകാളി ഹീലിംഗിൽ. അപ്പം അതുകൊണ്ട് നേരിട്ട് ദയവ് ചെയ്ത് ആരും വരാനായിട്ട് നിർബന്ധിക്കരുത്. നിർബന്ധപൂർവ്വം വരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എനിക്ക് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ്. അപ്പോൾ എൻ്റെ ആരോഗ്യം ഉണ്ടെങ്കിലാണ് നാളെ എനിക്ക് ഹീലിംഗ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം അങ്ങനെ അതുകൊണ്ട് പിന്നെ ഇത് ആൾ വന്നത് രണ്ട് കാര്യമുണ്ട്. ഒന്ന്, റെക്കി പഠിക്കാൻ കൂടിയിട്ടാണ് ആൾ വന്നത്. റെക്കി പഠിക്കാൻ കൂടിയിട്ടാണ് വന്നത്. അവരുടെ ഭാഗത്ത് ഞാൻ തെറ്റ് പറയാനില്ല. കാരണം റെക്കി പഠിക്കാൻ നേരിട്ട് മാത്രമേ ഞാൻ പഠിപ്പിക്കാറുള്ളൂ, ഓൺലൈനിൽ ഞാൻ പഠിപ്പിക്കാറില്ല. ഓൺലൈൻ പഠിപ്പിക്കുന്നതിനോട് എനിക്ക് വലിയ താല്പര്യമില്ല. കാരണം ഒരു കാരണം കൂടെ ഉണ്ട് ഓൺലൈൻ പഠിപ്പിക്കാത്തത്. ഈ ഓൺലൈനിൽ പഠിപ്പിക്കാൻ പറ്റായകയല്ല, പറ്റും. പക്ഷേ നമ്മളത് വളരെ ശ്രദ്ധാപൂർവ്വം ചെയ്യേണ്ട ഒരു കാര്യമാണ്. കാരണം നമ്മൾ ഇവിടുന്ന് ഈ ഇത് ഇനിഷ്യേഷൻ ഇവിടുന്ന് അങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യണം. ഈ ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ കൂടെ വേറെ എന്തെങ്കിലും അൺവാണ്ടഡ് എനർജി, ഇപ്പോൾ ആ ഇരിക്കുന്ന സ്റ്റുഡൻറ്റിൻ്റെ മാനസികാവസ്ഥ ശരിയല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അൺവാണ്ടഡ് എനർജി കൂടി അപ്പോൾ അയാളുടെ ഈ അറ്റൂൺമെൻറ്റിൽ കൂടി കയറി ചെല്ലാനുള്ള സാധ്യതയും കൂടി ഉണ്ട്. മാത്രമല്ല നമ്മൾ പഠിപ്പിക്കുന്ന വ്യക്തിയുടെ ഏതെങ്കിലും നെഗറ്റീവായ എലിമെൻറ്റ് ഇരിപ്പുണ്ടെന്ന് വിചാരിക്കുക, ഇതും കൂടി പൊട്ടിച്ചിട്ട് അങ്ങോട്ട് പോകും. അതിനുള്ള സാധ്യത തള്ളിക്കളയാൻ പറ്റില്ല. അതുകൊണ്ട് എന്നെ പഠിപ്പിച്ച് എൻ്റെ ഗുരു പറഞ്ഞേക്കണത് ഒരിക്കലും ഡിസ്റ്റൻ്റ് അറ്റൂൺമെൻറ്റ് നിങ്ങൾ ചെയ്യരുത്. അതിനുള്ള വിദ്യയൊക്കെ എനിക്ക് ഞങ്ങൾക്ക് പറഞ്ഞു തന്നു. പക്ഷേ ഇതുവരെ ഞങ്ങൾ ചെയ്തിട്ടില്ല. ഞാൻ മാഷിൻ്റെ അടുത്ത് പഠിച്ചേക്കുന്ന ഒരാളും ചെയ്തിട്ടുണ്ടാവില്ല എന്നാണ് എനിക്ക് തോന്നണം കേട്ടോ. ഞാൻ ചെയ്തിട്ടില്ല ഇതുവരെ, ഞാൻ ചെയ്യുകയില്ല. അങ്ങനെ നമുക്കൊരു മണി മേക്കിങ്ങിന് വേണ്ടിയിട്ട് മാത്രമൊന്നുമല്ല ചെയ്യുന്നത്. നമുക്ക് നമ്മുടേതായിട്ടുള്ള ചില എത്തിക്സ് ഉണ്ട്. ചെയ്യുന്ന ആൾക്ക് ഗുണം ഉണ്ടാവണം. ആ ഒരു റെക്കി പഠിക്കുന്ന ആളാണെങ്കിൽ അയാളെ കൊണ്ട് ഗുണപ്പെടണമെന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്ന മനുഷ്യനാണ്. അതുപോലെ ഒരു മഹാകാളി ഹീലിംഗിലാണെങ്കിലും നമുക്ക് ആ ചെയ്തു കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് റിസൾട്ട് ഉണ്ടായോ എന്ന് ഞാൻ ചിലപ്പോൾ വിളിച്ച് ചോദിക്കാറുണ്ട്. റിസൾട്ട് ഉണ്ടായില്ല എന്നൊരാൾ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സങ്കടവും വിഷമമാണ്. കാരണം അവരും അത്രയും ദക്ഷിണ വന്നിട്ട് നമുക്ക് ചെയ്യുന്നൊരു കാര്യമാണ്. അതുകൊണ്ട് നമ്മുടെ ആത്മാർത്ഥത നമ്മളിപ്പോഴും കാണിക്കാറുണ്ട്. അതുകൊണ്ട് വീണ്ടും നമ്മൾ ആൾക്കാരോട് ചോദിക്കും, എങ്ങനെയുണ്ട്, മാറ്റം ഉണ്ടായോ എന്നൊക്കെ ചോദിക്കും. ഞാൻ പറയും, ഒരു 14 days ആണ് നമ്മുടെ ടൈമെങ്കിൽ നിങ്ങൾ അറിയിക്കണം, മാറ്റങ്ങൾ അറിയിക്കണം. കേൾക്കുമ്പോൾ നമുക്കൊരു ഹാപ്പിനെസ്സാണ്. അപ്പോൾ അത് മാറിയില്ല എന്ന് ഇതുവരെ ആരും പറഞ്ഞിട്ടില്ല. എന്നിരുന്നാലും ഒരു 50% എന്തായാലും റിസൾട്ട് എല്ലാവർക്കും കിട്ടുന്നത്. അതിനൊക്കെ മുകളിലേക്കാണ്, താഴത്തേക്കല്ല. 100% റിസൾട്ട് കിട്ടിയ ആൾക്കാരുണ്ട്. അപ്പോൾ അതൊക്കെയാണ് മഹാകാളിയിൽ സംഭവിക്കുന്നത്. എന്തായാലും എല്ലാവർക്കും നന്മ വരട്ടെ. നന്ദി, നമസ്കാരം.